കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷിനെ തേടി കിളിക്കൂട്ടിലെത്തുന്ന ഗായത്രി സുധീഷ് വിവാഹിതനാണെന്ന സത്യമറിഞ്ഞ് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാ. പിന്നീട് ഗായത്രി റൂമിൽ അടച്ചിരിക്കുന്നതിന്റെ പേടിയിൽ അവളുടെ ഫ്രണ്ട്സ് കിളിക്കൂട്ടിലെത്തുകയാണ്. അക്കാര്യമറിഞ്ഞ് നിധി നികേഷിനെയും വിളിച്ച് ഗായത്രിയെ ആശ്വസിപ്പിക്കാനായി അവൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയാ. വിവാഹം കഴിഞ്ഞ കാര്യം അറിയിക്കാതെ അവളുടെ പുറകെ സ്നേഹം അഭിനയിച്ച് നടന്ന സുധീഷിന്റെ ഭാഗത്തു തന്നെയാണ് തെറ്റെന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിച്ച് നിധി ഒരു വിധത്തിൽ ഗായത്രി ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ഗായത്രിയുടെ പുറകെ നടന്ന് ഈ പണിയെല്ലാം ഒപ്പിച്ചു വെച്ച സുധീഷിനിട്ട് ഒരു പണി കൊടുക്കാനായി അച്ഛൻ ഉൾപ്പെടെയുള്ള വീട്ടുകാരെല്ലാവരും കൂടി തീരുമാനിക്കുകയാ. നിധിയും നികേഷും ഗായത്രിയുടെ വീട്ടിലേക്കാണ് പോയതെന്നും അവളുടെ ബന്ധുക്കളെ കൂട്ടി സുധീഷിനു വേണ്ടി വിവാഹം ആലോചിക്കാനായി ഉടനെ അവർ കിളിക്കൂട്ടിലെത്തുമെന്ന് പറഞ്ഞ് സുധീഷിനെ തെറ്റിദ്ധരിപ്പിച്ച് വീടെല്ലാം ഒരുക്കി തകർത്ത് അഭിനയിക്കുന്നുണ്ട് സുഭാഷും കൂട്ടരും. തനിക്ക് നിധിയാണ് എല്ലാമെന്നും അവളുടെ മനസ്സിൽ പോസസീവ്നെസ് ഉണ്ടാക്കാനായി മാത്രമാണ് താൻ ഗായത്രിയോട് അടുത്തതെന്നും ഗായത്രിയോടും വീട്ടുകാരോടും ഇങ്ങോട്ട് വരേണ്ടെന്നുമൊക്കെ സുധീഷ് കരഞ്ഞു വിളിച്ച് എല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും അവർ വീണ്ടും സുധീഷിനെ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക. ഇടയ്ക്ക് നികേഷിനെ വിളിച്ച് ഉടനെ ഗായത്രിയും വീട്ടുകാരെയും കൊണ്ട് അങ്ങോട്ട് എത്തില്ലെന്ന് ഉറപ്പിക്കുന്നുമുണ്ട്. എല്ലാം കണ്ട് പരവേശത്തോടെ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ തുടങ്ങുന്ന സുധീഷിനെ എല്ലാവരും കൂടി പിടിച്ചു നിർത്തുകയാ. അച്ഛനും മുൻവശത്തെ ഡോറടച്ച് സുധീഷ് വീട് വിട്ടിറങ്ങി പോകാതിരിക്കാനായി ഒരു വെട്ടുകത്തിയും പിടിച്ച് അവന്റെ മുന്നിൽ തന്നെ കസേരയിൽ ഇരിപ്പാ. പാവം സുധീഷും അവരുടെ പ്രാങ്കാണെന്നറിയാതെ ടെൻഷൻ സഹിക്കാൻ കഴിയാതെ റൂമിൽ കയറി കഥകടച്ചിരിപ്പാണ്. ഗായത്രി ആശ്വസിപ്പിച്ച് നിധിയും നികേഷും തിരികെ വീട്ടിലെത്തുമ്പോൾ സുധീഷിനെ പ്രാങ്ക് ചെയ്ത കാര്യം അവരെല്ലാവരും അറിയിക്കുന്നുണ്ട്. അവന് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനായി നിധിയും ഗായത്രിയും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സുധീഷിനെ റൂമിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കുമ്പോഴേക്കും നിധി ഗായത്രിയെ ആശ്വസിപ്പിച്ചാണ് മടങ്ങി വരുന്നതെന്നും എല്ലാവരും കൂടി തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും മനസ്സിലാവുന്ന സുധീഷിനും ആശ്വാസമാവുകയാണ്. ഗായത്രിയോട് ചെയ്ത തെറ്റിന് സുധീഷ് അവളോട് മാപ്പ് പറയണമെന്ന് നിധി തീർത്തു പറയുന്നുമുണ്ട്. അടുത്ത ദിവസം ഒരു ലേഡി കസ്റ്റമറുമായി കത്തിയടിച്ച് സുധീഷ് ടാക്സി ഓടിച്ചു പോകുമ്പോഴാണ് നിധിയുടെ കോൾ എത്തുന്നത്. വൈകിട്ട് ഓഫീസിൽ നിന്ന് തന്നെ കൂട്ടാൻ എത്തണമെന്നും തനിക്ക് സുധീഷിനോട് തനിച്ച് സംസാരിക്കാനുണ്ടെന്നും നിധി പറയേ സുധീഷ് എത്താമെന്ന് സമ്മതിക്കുകയാ. പിന്നീട് കറക്റ്റ് ടൈമിൽ തന്നെ സുധീഷ് നിധിയെ പിക്ക് ചെയ്യാനായി എത്തുകയാ. കാറിലേക്ക് കയറുന്ന നിധി നാണത്തോടെ സുധീഷിന് ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നതെല്ലാം അവൻ സന്തോഷത്തോടെ മനസ്സിൽ സങ്കല്പിക്കുകയാണ്. പിന്നീട് നിധിയെയും പിക്ക് ചെയ്തുള്ള യാത്രയിൽ നിധി സൈലന്റായി ഇരിക്കണ കണ്ട് എന്താ നിധിയൊന്നും മിണ്ടാതിരിക്കുന്നത്, എവിടേക്കാ നിധി പോകുന്നതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നിധി അവന് വഴി പറഞ്ഞു കൊടുത്ത് ഗായത്രിയുടെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിധി പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ വണ്ടി ഓടിക്കെ സംശയത്തോടെ എങ്ങോട്ടാ പോകുന്നതെന്ന് സുധീഷ് വീണ്ടും ചോദിക്കുമ്പോഴാണ് ഗായത്രിയുടെ വീട്ടിലേക്കാണെന്ന് നിധി പറയുന്നത്. സുധീഷും പരിഭ്രമത്തോടെ പെട്ടെന്ന് വണ്ടി നിർത്തി ഗായത്രിയുടെ വീട്ടിലേക്കോ, അങ്ങോട്ട് എന്തിനു പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനിത്ര ടെൻഷൻ ആവാൻ എന്താ, ഗായത്രിയുടെ വീട്ടിലേക്ക് എന്നല്ലേ പറഞ്ഞത് എന്ന് നിധി വീണ്ടും ചോദിക്കേ. അതാ ചോദിച്ചത്, അങ്ങോട്ട് എന്തിനാ പോകുന്നത്, നമ്മൾ അവിടെ എന്ത് ചെയ്യാനാ പോകുന്നതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, പക്ഷേ സുധീഷിനുണ്ട്. സുധീഷ് ഗായത്രിയോട് ചെയ്ത തെറ്റിന് അവളോട് മാപ്പ് ചോദിക്കണ്ടേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അവളെ തനിക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ലെന്നും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലെന്നും പ്രശ്നമെല്ലാം തീർന്നതല്ലേ എന്നും സുധീഷ് ചോദിക്കേ. ഞാൻ പോയി സംസാരിച്ചത് കൊണ്ട് പ്രശ്നമെല്ലാം തീർന്നെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായ മറുപടി തരണം. അവളെ നിങ്ങൾ ഹേർട്ട് ചെയ്തോ ഇല്ലയോ എന്ന് നിധി ചോദിക്കേ. അതെ നിധി, ഞാൻ അവളെ ഹേർട്ട് ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നവൻ മറുപടി പറയേ. അപ്പോൾ അവളോട് സോറി ചോദിക്കണ്ടേന്ന് നിധിയും. എനിക്ക് അവളോട് സോറി പറയണമെന്നൊക്കെയുണ്ട്, പക്ഷേ ഒരുമാതിരി ഗിൽറ്റി ആയിരിക്കുന്നു. ഒരാളെ ഇങ്ങനെയെല്ലാം പ്രയാസപ്പെടുത്തിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ചെന്ന് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാ? സുധീഷ് തെറ്റുകാരനാണ്, അപ്പോ അവളെ കണ്ട് സോറി പറയണം. ആരെയും ഹർട്ട് ചെയ്യാനുള്ള അവകാശമൊന്നും നമുക്കില്ല, കറക്റ്റ് അല്ലേ? അപ്പോ പിന്നെ സോറി പറയുന്നത് കൊണ്ട് എന്താ? സുധീഷ് അവളുടെ ഇമോഷനിൽ വെച്ചാ കളിച്ചത്. അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയെന്ന് സുധീഷിനും ഇപ്പൊ തോന്നുന്നില്ലേ? അപ്പോ സുധീഷ് അവളോട് മാപ്പ് പറയണം. ഇനി വീണ്ടും അവളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സുധീഷ് അവളെ നോക്കി ചിരിക്കണം, അല്ലാതെ അവളിൽ നിന്നും ഓടി ഒളിക്കുകയല്ല വേണ്ടത്. നമുക്ക് രണ്ടുപേർക്കും കൂടി അവളുടെ വീട്ടിലേക്ക് പോവാം. സുധീഷ് ചെന്ന് അവളോട് സോറി പറ. സുധീഷ് ചെയ്ത തെറ്റിന് അവളോട് ചെന്ന് സോറി പറഞ്ഞാൽ സുധീഷും നോർമലാവും, അവളും നോർമലാവും. പ്ലീസ് പോയാലോ എന്ന് നിധി വീണ്ടും ചോദിക്കേ. ഇവള് പറഞ്ഞാലും കേൾക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് സുധീഷ് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ സുധീഷും നിധിയും ഗായത്രി താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയാണ്. വണ്ടി നിർത്തിയിട്ടും സുധീഷ് ഇറങ്ങാതെ കാറിൽ തന്നെ ഇരിക്കുമ്പോൾ അവനെ ഇറങ്ങാനായി നിർബന്ധിച്ച് നിധിയും കാറിൽ നിറങ്ങുകയാണ്. കാറിൽ നിറങ്ങിയ സുധീഷ് വീണ്ടും പരിഭ്രമത്തോടെ നിൽക്കുന്നത് കണ്ട് നിധി അകത്തേക്ക് വിളിക്കുക. അവൻ ഗായത്രിയെ ഇംപ്രസ് ചെയ്യിക്കാനായി ഷോ കാണിച്ചതെല്ലാം ഓർമ്മിപ്പിച്ച് അവനെ കുറ്റപ്പെടുത്തി നിധി അവനെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് നിധി ചെന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും ഗായത്രി അവരെ രണ്ടുപേരെയും സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തുകയാണ്. സുധീഷ് ഗായത്രിയുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ തലയും കുനിച്ചിരിപ്പാ. ഗായത്രിയും ടെൻഷനോടെ അവനെ ശ്രദ്ധിച്ചു തന്നെ ഇരിപ്പാ.
നിധി സുധീഷിനെ സംസാരിക്കാനായി നിർബന്ധിക്കുമ്പോഴേക്കും സുധീഷും ടെൻഷനോടെയും പരുങ്ങലോടെയും അവളോട് സോറി പറയുകയാണ്. ഞാൻ നിന്നെ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല നിന്നോട് സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. നിന്നോട് ചിരിച്ച് സംസാരിച്ചാൽ നിധി എന്റെ മേൽ പോസസീവ് ആവുമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട് സംസാരിച്ചത്. അത് ഇയാളെ ഇത്രയധികം വേദനിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത് കൂടിയില്ല. ഐ എം വെരി സോറി എന്ന് സുധീഷ് പറയേ. കുഴപ്പമില്ലെന്ന് ഗായത്രിയും പറയുക. ശരിക്കും ഞാൻ ഇയാളോട് തെറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇയാളുടെ ബർത്ത്ഡേ പാർട്ടിയിൽ ഞാൻ പകുതി വെച്ച് ഇറങ്ങിപ്പോയി. അതിനുശേഷം ഇയാൾ എന്നെ ഒരുപാട് വിളിച്ചു. ഞാൻ കോൾ എടുത്തതേയില്ല. അന്ന് ഞാൻ ഇയാളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇയാൾ ഒരുപാട് കഷ്ടപ്പെടുത്തി. എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് സുധീഷ് എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പുകയാണ്. അത് കണ്ട് ഗായത്രിയും ആകെ ടെൻഷനോടെ എന്താ സുധീഷ് ചെയ്യുന്നത്, ഇങ്ങനെ കൈ കൂപ്പാതെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുധീഷ് കൈ കൂപ്പി നിൽപ്പാ. അയ്യോ പ്ലീസ് ദയവ് ചെയ്ത് കൈ കൂപ്പാതെ നിൽക്ക് എന്നവൾ വീണ്ടും അപേക്ഷിക്കുമ്പോഴേക്കും സുധീഷ് കൈ താഴ്ത്തിയിടുക. അവനോട് ഇരിക്കാനായി പറഞ്ഞ് ഗായത്രി പറയുന്നുണ്ട്, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാൾ ചിരിച്ച് സംസാരിക്കുമ്പോഴേക്കും അത് ലവാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് വിട്ടേക്കെന്ന് ഗായത്രി പറയുമ്പോൾ സുധീഷും ടെൻഷനോടെ വീണ്ടും സോറി പറയുകയാണ്. ടെൻഷൻ സഹിക്കാൻ കഴിയാതെ അവൻ നിധിയോടായി ഞാൻ പുറത്തുണ്ടാവും, എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുക. ഗായത്രിയും നിധിയോടായി പറയുന്നുണ്ട്, പാവം സുധീഷ്, എന്തിനാ സുധീഷിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? സുധീഷിന് ആകെ വിഷമമായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, തെറ്റ് ചെയ്താൽ സോറി പറയണമല്ലോ. അതാ സുധീഷിനും ഗായത്രിക്കും നല്ലത്. ഗായത്രി നോർമലാവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാ സുധീഷിനെ ഇപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് നിധി പറയേ. ഇല്ല, ഞാനിപ്പോൾ നോർമലാണെന്ന് ഗായത്രിയും പറയും. നിധി എഴുന്നേറ്റ് യാത്ര പറയാൻ തുടങ്ങുമ്പോഴേക്കും ചായ കുടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് ഗായത്രി നിർബന്ധിക്കുന്നുണ്ട്. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നിധി അവളോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. നിധി റോഡിലേക്ക് എത്തുമ്പോഴും സുധീഷ് ടെൻഷനോടെ അവിടെ കാറിന് പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആലോചനയോടെ നിൽക്കുന്ന സുധീഷിനെ തട്ടി വിളിച്ച് പോയാലോ എന്ന് നിധി ചോദിക്കേ. പോവാമെന്ന് പറഞ്ഞ് അവനും വണ്ടിയിലേക്ക് കയറി. ഒരു ദീർഘനിശ്വാസമെടുത്ത് വെള്ളമെടുത്ത് കുടിക്കുമ്പോഴേക്കും ഇപ്പോഴെന്ത് ഫീൽ ചെയ്യുന്നു എന്ന് നിധി ചോദിക്കുക. ഞാൻ ഫ്രണ്ട്സിനോടെല്ലാം സംസാരിക്കുന്നത് പോലെ ജോളിയായിട്ടാ അവളോടും സംസാരിച്ചത്. ഞാൻ ചെയ്തൊരു തെറ്റ് അവളെ ഇത്രയധികം വേദനിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഈ ജീവിതത്തിൽ ഞാനിതുപോലെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് അവളോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ കാരണം അവൾ ഒരുപാട് പ്രയാസപ്പെട്ടില്ലേ. നല്ല സമയത്താ അവളോട് സംസാരിക്കാനായി എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ നിധിക്ക് തോന്നിയത്. അല്ലെങ്കിൽ അവളെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ഓടി ഒളിച്ചേനെ. സത്യമായിട്ടും നിധി, ഇനി ഞാൻ ഒരു പെൺകുട്ടികളുടെയും ഫീലിങ്സിൽ തൊട്ട് കളിക്കില്ല. അന്ന് നിധി ഗായത്രിയോട് സംസാരിച്ചതോടുകൂടി പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി അവളെ കാണേണ്ടെന്നും ഞാൻ തീരുമാനിച്ചതാണ്. ബസ് സ്റ്റോപ്പിലൂടെ പോകുന്ന സമയത്തൊക്കെ ഗായത്രി അവിടെ ഉണ്ടാകുമോ എന്ന ടെൻഷനിലായിരുന്നു അതിലെ പോയിരുന്നത്. ഇപ്പൊ അവളോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടിയതുപോലുണ്ട്. ഗായത്രി ഒരു പാവമാണ്. അവൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് പോലും ഞാൻ കാണിച്ചില്ല. എന്നോട് എന്താ ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്ന് അവൾ കരച്ചിലൂടെ ചോദിക്കുമ്പോൾ കോൾ കട്ട് ചെയ്യുകയായിരുന്നു പതിവ്. പാവം, ആ സമയത്തെല്ലാം അവൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. സോറി നിധി, ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്ക് വേണ്ടി നിധി സോൾവ് ചെയ്ത് തന്നു. ഞാൻ ചെയ്ത തെറ്റിന് നിധി അവളുടെ വീട്ടിലേക്ക് പോയി അവളോട് സംസാരിച്ചു. ഐ എം വെരി സോറി എന്ന് കൈകൂപ്പി പറയുന്നുണ്ട് സുധീഷ്. എല്ലാ തെറ്റും എന്റെയാ. സോറി നിധി, ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് സുധീഷ് കൈകൂപ്പി പറയുമ്പോൾ ശരി, അത് വിട്ടേക്ക്, നമുക്ക് പോയാലോ എന്ന് നിധി ചോദിക്കുക. യാത്രക്കിടയിൽ സുധീഷ് വീണ്ടും ആശ്വാസത്തോടെ നിധിയോടെ പറയുന്നുണ്ട്. നിധിയുടെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞപ്പോ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടാനാണ് തോന്നിയത്. ഇപ്പൊ അവളോട് സോറി പറഞ്ഞ് അവൾ നോർമലാണെന്ന് അറിഞ്ഞപ്പോ ഒരു സമാധാനമുണ്ട്. ഒരു നല്ല കാര്യം ചെയ്തതിന്റെ ആശ്വാസം തോന്നുകയാ. താങ്ക് യു നിധി എന്ന് സുധീഷ് വീണ്ടും പറയും. പിന്നീട് രാത്രി എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഗായത്രിയോട് സോറി പറഞ്ഞപ്പോൾ തനിക്ക് ആശ്വാസമായെന്ന് സുധീഷ് സന്തോഷത്തോടുകൂടി പറയുകയാണ്. താൻ അവളോട് പോയി സോറി ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നുവെന്നും നിധി ചെയ്തത് വലിയൊരു കാര്യമാണെന്നും പറഞ്ഞ് സുഭാഷ് ഏട്ടനും അവളെ അഭിനന്ദിക്കുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് കഴിക്കുന്നതിനിടയിലാണ് സുധീഷിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത്. ഗായത്രി അല്ലെന്ന് ഉറപ്പിച്ച് തോമസ് ചേട്ടനാണെന്ന് കണ്ട് അവൻ ആശ്വാസത്തോടെ ഫോൺ സ്പീക്കറിലിട്ട് തോമസ് ചേട്ടനോട് സംസാരിക്കുകയാണ്. കാറിൽ യാത്ര ചെയ്ത ഒരു ലേഡിയോട് സുധീഷ് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചു എന്ന് പറഞ്ഞ് ആ ലേഡി കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞ് തോമസ് ചേട്ടൻ സുധീഷിനെ വഴക്കു പറയുകയാണ്. സുധീഷ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും നികേഷ് അത് പിടിച്ചു വാങ്ങി. തോമസ് ചേട്ടൻ സുധീഷിനോടായി പറയുന്നതെല്ലാം എല്ലാവരെയും കേൾപ്പിക്കുന്നുണ്ട്. സുധീഷ് ഓരോന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും വേറൊരു സ്ത്രീയും സുധീഷ് കൊഞ്ചിക്കുഴഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ് തോമസ് ചേട്ടൻ അവന് വഴക്കു പറയുന്നുണ്ട്. കസ്റ്റമേഴ്സിനോട് മര്യാദയോടുകൂടി പെരുമാറണമെന്നും അല്ലെങ്കിൽ അത് തൻ്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെയാണ് ബാധിക്കുകയെന്നും ഇത് സുധീഷിനുള്ള ലാസ്റ്റ് വാർണിംഗ് ആണെന്നും ഇനി പെണ്ണുങ്ങളോട് ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞു സംസാരിച്ചു എന്നറിഞ്ഞാൽ താൻ വെറുതെ ഇരിക്കില്ലെന്നും നല്ലൊരു ഡ്രൈവറായിരുന്നിട്ട് കൂടി ലേഡീസ് വണ്ടിയിലേക്ക് കയറുമ്പോൾ സുധീഷിന്റെ സ്വഭാവം എന്താ മാറുന്നതെന്ന് ചോദിച്ച് തോമസ് ചേട്ടൻ വീണ്ടും അവനെ വഴക്കു പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൻ നികേഷിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി ഓഫ് ചെയ്ത് വെക്കുകയാണ്.
എല്ലാം കേട്ടിരിക്കുന്ന നിധിയും ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ദേഷ്യത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന സുഭാഷേട്ടനോടായി, സുഭാഷേട്ടാ ഞാനൊന്നും ചെയ്തില്ല സുഭാഷേട്ടാ എന്നവൻ സങ്കടത്തോടെ പറയുന്നുണ്ടെങ്കിലും സുഭാഷും ദേഷ്യത്തോടെ അവനൊന്ന് നോക്കി ഒന്നും മിണ്ടാതെ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഹരീഷും നികേഷും അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ എങ്ങോട്ടായി പോകുന്നതെന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്തതിനെക്കുറിച്ച് സുധീഷ് ചേട്ടൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കേണ്ടി വരും. ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് ഹരീഷും നികേഷും അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് സുധീഷ് ഹാളിലിരുന്ന് ജോലി ചെയ്യുന്ന നിധിയുടെ അരിയിലേക്ക് ചെന്ന്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിധി, ഫ്രണ്ട്ലി ആയ ഞാൻ അവരോട് സംസാരിച്ചത്, അതവൾ തെറ്റിദ്ധരിച്ച് കംപ്ലൈന്റ് ചെയ്തതാ, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ടെൻഷനോടെ പറയുമ്പോഴേക്കും, ഹലോ നിങ്ങൾ ആരോട് വേണമെങ്കിലും സംസാരിച്ചോളൂ, എനിക്കെന്താ, എന്നോട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനാ? ഇനി ഒരു പെണ്ണിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സുധീഷ് തന്നെ അത് സോൾവ് ചെയ്തേക്കണം, ഞാൻ വന്ന് സോൾവ് ചെയ്യില്ലെന്ന് പറഞ്ഞ് നിധി തന്റെ ജോബ് തുടരുകയാണ്. പിന്നീട് സുധീഷ് എല്ലാവരുടെയും കൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവനെ ഉറങ്ങാൻ സമ്മതിക്കാതെ ശല്യം ചെയ്യുന്നുണ്ട് ഹരീഷും നികേഷും. ഒന്നും സംഭവിക്കാത്തതുപോലെ കിടന്നുറങ്ങിയാൽ ഇയാൾ നല്ലവനാവോ എന്ന് നികേഷ് ചോദിക്കുന്നവൾക്ക്, എന്നെ ചോദ്യം ചെയ്യാൻ നീ എന്റെ ചേട്ടനല്ല എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുക. അത് കേൾക്കെ സുഭാഷും എഴുന്നേറ്റ്, ഞാൻ ചേട്ടനാണല്ലോ, അപ്പൊ എനിക്ക് ചോദിക്കാലോ, നിനക്കൊരു മാറ്റവും വരില്ലേ, നീ എന്താ ഇങ്ങനെ? നിധിയും നീയും കൂടി സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, പക്ഷേ നീ അതിനൊരു ചെറിയ ശ്രമം പോലും നടത്തുന്നില്ലല്ലോ എന്ന് സുഭാഷ് ചേട്ടൻ അവനെ കുറ്റപ്പെടുത്തുകയാ. ഞാൻ എന്തുമാത്രം ട്രൈ ചെയ്തു സുഭാഷ് ചേട്ടാ എന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കെ. ഇയാൾ എന്ത് ചെയ്തു? ആ ഗായത്രിയോട് ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് എടത്തിയുടെ മനസ്സിൽ പൊസസീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, അതല്ലേ ചെയ്തത് എന്ന് ഹരീഷൻ ചോദിക്കുന്നു. നിധി ഒരു നല്ല പെൺകുട്ടിയാ, അവൾ ഈ വീടിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും എന്തെല്ലാം ചെയ്തു. ഗായത്രിയുടെ പ്രശ്നത്തിൽ അകപ്പെടാതെ നിധിയല്ലേ നിന്നെ രക്ഷിച്ചത്. നീ എന്ത് തെറ്റ് ചെയ്താലും നിധി അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് സോൾവ് ചെയ്യും. നമ്മുടെ വീട്ടിൽ ആർക്കൊരു പ്രശ്നമുണ്ടായാലും അവൾ അത് മുന്നിൽ നിന്ന് പരിഹരിക്കും. ഇത്രയെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ടും നീ വീണ്ടും ഓരോ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയാ. ഇങ്ങനെയാണെങ്കിൽ നിധി എങ്ങനെ നിന്നെ റെസ്പെക്ട് ചെയ്യും എന്നൊക്കെ സുഭാഷേട്ടൻ കുറ്റപ്പെടുത്തുമ്പോഴും താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സുധീഷും പറയുന്നു. കല്യാണം കഴിഞ്ഞും ഈ സ്വഭാവം തുടരുന്നത് എന്താന്ന് ചോദിച്ച് ഹരീഷും സുധീഷിനെ കുറ്റപ്പെടുത്തുക. നിധിയെ പോലൊരു നല്ല പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുക, അവൾക്ക് മുന്നിൽ നീ ഒരു വിലയുമില്ലാത്തവനാ. നിധി സുധീഷിനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും നിധിയുടെ കൂടെ നിൽക്കുമെന്ന് സുഭാഷും ഹരീഷും നികേഷും എല്ലാം പറയുകയാണ്. സുധീഷ് തനിക്ക് നാണക്കേടുണ്ടാക്കുകയാണെന്നും എല്ലാവരും എനിക്കെതിരെ പറയുള്ളൂ എന്ന് തനിക്കറിയാമെന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുഭാഷും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ നിനക്കെതിരെ പറയുന്നത്? നിന്റെ ജീവിതം നന്നായിരിക്കണമെന്ന് നിനക്കൊരാഗ്രഹവുമില്ല. കല്യാണം കഴിഞ്ഞും മറ്റുള്ള പെൺപിള്ളേരുടെ വായിൽ നോക്കി നടക്കുന്നു. പിന്നെ എങ്ങനെ നിധിക്ക് നിന്നോടൊരു ഇഷ്ടം തോന്നാനാ? നീ എന്റെ അനിയനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു. നാളെ നീ എന്റെ കൂടെ ഒരിടത്തേക്ക് വരണം എന്ന് സുഭാഷേട്ടൻ പറയേ. എവിടേക്കാ സുഭാഷേട്ടാ എന്ന് സുധീഷൻ ചോദിക്കുന്നു. എവിടേക്കാണെന്ന് പറഞ്ഞാലേ നീ വരൂ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. അല്ല സുഭാഷേട്ടാ, ഞാൻ വരാമെന്ന് സുധീഷൻ സമ്മതിക്കുക. സുഭാഷ് ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കുന്ന സുധീഷിനെ നോക്കി കളിയാക്കി ചിരിക്കുക ഹരീഷും നികേഷും എല്ലാം. സുധീഷ് അവരെ വഴക്ക് പറയുമ്പോഴേക്കും മൂക്കിന് താഴെയുള്ള ആ വായൊന്ന് അടച്ചു വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഹരീഷും അവനെ കുറ്റപ്പെടുത്തുന്നു. പിന്നീട് രാവിലെ ആവുമ്പോൾ സുഭാഷും കൂട്ടരും സുധീഷിനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോവുകയാ. ഗായത്രിയോട് ചെയ്ത തെറ്റിന് ഭഗവാന് മുന്നിൽ മാപ്പ് ചോദിക്കാനായി സുഭാഷ് ആവശ്യപ്പെടുകയാണ് സുധീഷിനോട്. ചെയ്ത തെറ്റിന് ഗായത്രിയോടും നിധിയോടുമെല്ലാം താൻ മാപ്പ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടന്റെ നിർബന്ധത്തിനൊടുവിൽ അവൻ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. വാ തുറന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കട എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നു കേൾക്കെ. സുഭാഷ് ഏട്ടാ, മനസ്സിൽ ക്ഷമ ചോദിച്ചാ പോരെ എന്ന് സുധീഷും അപേക്ഷിക്കുന്നുണ്ട്. അതൊന്നും പറ്റില്ല, ഞാൻ പറയുന്നത് പോലെ പറഞ്ഞ് പ്രാർത്ഥിക്കെന്ന് സുഭാഷ് ഏട്ടനും പറയുക. ഇനി മുതൽ ആവശ്യമില്ലാതെ ഒരു പെണ്ണിനെയും നോക്കില്ല, ഒരു പെണ്ണിനോടും സംസാരിക്കില്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് പറ്റിക്കില്ല, ഇതുപോലെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സുഭാഷേട്ടൻ പറയുമ്പോഴേക്കും സുധീഷും മനസ്സില്ല മനസ്സോടെ ഭഗവാന് മുന്നിൽ കൈകൂപ്പി, ഇനി ഒരു പെണ്ണിനോട് ഞാൻ ആവശ്യമില്ലാതെ സംസാരിക്കില്ല, ഒരു പെൺകുട്ടികളെയും നോക്കില്ല, കല്യാണം കഴിഞ്ഞില്ലെന്ന് കള്ളം പറയുകയുമില്ല എന്നവൻ പറയുമ്പോഴേക്കും സുഭാഷ് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാറിൽ കയറുന്ന പെണ്ണുങ്ങളെ വായിൽ നോക്കില്ല, എല്ലാവരെയും സഹോദരിമാരെ പോലെ കാണും എന്നൊക്കെ സുഭാഷേട്ടൻ വീണ്ടും പറയുന്നവർക്ക് സുധീഷ് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും സുഭാഷേട്ടൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഹരീഷും നികേഷും എല്ലാം സുധീഷിനോടായി പറയുന്നുണ്ട്. സുധീഷ് വീണ്ടും കൈകൂപ്പി, വണ്ടിയിൽ കയറുന്ന പെണ്ണുങ്ങളുടെ വായിൽ നോക്കില്ല, അവരെ എന്റെ സിസ്റ്ററെ പോലെ കാണും, അവരോട് അനാവശ്യമായ ഒരു ചോദ്യവും ചോദിക്കില്ല എന്നുകൂടി സുഭാഷേട്ടൻ വീണ്ടും പറയുമ്പോഴേക്കും ചമ്മലോടെ നിധി ഒന്ന് നോക്കി, എന്താ സുഭാഷേട്ട ഇത് ചെറിയ കുട്ടികളോട് പറയുന്ന പോലെ എന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നതെന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ നല്ലവരല്ലേ, നീ വൃത്തിയേട് കാണിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നവനെ സുഭാഷ് വഴക്കു പറയുമ്പോഴേക്കും സുഭാഷേട്ടാ പ്ലീസ്, നിധി നോക്കുന്നത് കണ്ടില്ലേ എന്ന് സുധീഷും ചമ്മലോടെ പറയുന്നു. നിധി കൂടി അറിഞ്ഞുകൊണ്ടല്ലേ നീ എല്ലാം ചെയ്തത്, പറ അങ്ങോട്ട് എന്ന് സുഭാഷേട്ടൻ പറയേ. ശരി, കാറിൽ കയറുന്ന പെണ്ണുങ്ങളോട് അനാവശ്യമായ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അവരെല്ലാം ഇനി സഹോദരിമാരായേ കാണൂ എന്നുകൂടി പറയുന്ന സുഭാഷേട്ടൻ വീണ്ടും പറയുന്നുണ്ട്. അത് പറഞ്ഞതല്ലേ എന്ന് സുധീഷ് ചോദിക്കെ. ഒരു തവണ കൂടി പറഞ്ഞെന്ന് വെച്ച് അധികമാവില്ല, ആ കത്തിച്ചു വെച്ച ആരതിയിൽ കൈവച്ച് സത്യം ചെയ്യ്
എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴേക്കും അമ്പലത്തിൽ തേങ്ങയൊടിക്കായിരുന്ന ഒരു പെൺകുട്ടിയെ അപ്പോഴേക്കും വായിൽ നോക്കുന്നുണ്ട് സുധീഷ്. സത്യം ചെയ്യാനായി സുഭാഷ് ഏട്ടൻ വീണ്ടും വിളിച്ച് പറയുമ്പോഴേക്കും ആ പെൺകുട്ടിയിൽ നിന്നുള്ള നോട്ടം മാറ്റി ആരതിയുടെ മേൽ കൈവച്ച് സുധീഷ് സത്യം ചെയ്യുകയാ. ഇനി ഞാൻ ഒരു പെൺകുട്ടിയെയും നോക്കില്ല, ആവശ്യമില്ലാതെ ഒരു പെൺകുട്ടിയോടും സംസാരിക്കില്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ അവരോട് കള്ളം പറയില്ല എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്യുമ്പോഴും സുധീഷിന്റെ കണ്ണുകൾ തേങ്ങയടിക്കുന്ന ആ പെൺകുട്ടിയിലായിരുന്നു. ആരതി അണിച്ച് സത്യം ചെയ്യാനായി സുഭാഷ് ഏട്ടൻ പറയുമ്പോഴേക്കും കൈ പൊള്ളുമെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും ചെയ്ത തെറ്റിന് അത് ചെയ്തേ മതിയാവൂ എന്ന് സുഭാഷ് ഏട്ടനും അവനും ആരതി അണിച്ച് സത്യം ചെയ്തു കഴിയുമ്പോഴേക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാനായി പറയുക സുഭാഷ് ഏട്ടൻ. ഭഗവാനെ ഇങ്ങർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് നികേഷും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ കൈകൂപ്പി നിൽക്കുന്ന സുധീഷിന്റെ കണ്ണുകൾ പായുന്നത് ആ പെൺകുട്ടിയിലേക്കാണ്. അവനെ ശ്രദ്ധിക്കുന്ന സുധീഷ് എന്തായി നോക്കുന്നതെന്ന് വെച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അവിടെ തേങ്ങയുടയ്ക്കാനായി നിൽക്കുന്നത് കാണുന്നത്. ഇയാൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് ദേഷ്യത്തോടെ മനസ്സിൽ പറയുന്നുണ്ട് നിധി. സുധീഷ് എത്തി നോക്കുന്നത് കണ്ട് അവനെ ശ്രദ്ധിക്കുന്ന നികേഷും ആ കാഴ്ച കാണുന്നുണ്ട്. അതൊന്നും കാണാതെ പ്രാർത്ഥന കഴിഞ്ഞ സുഭാഷ് ഏട്ടനും എടാ സുധീഷേ, ഭഗവാന് മുന്നിൽ സത്യം ചെയ്തിരിക്കുക, ഇനിയെങ്കിലും നല്ലവനായി നടക്കണമെന്ന് ഓർമ്മിപ്പിക്കേ എന്ന് സുധീഷൻ സമ്മതിക്കുക. വാ പോകാമെന്ന് പറഞ്ഞ് സുഭാഷ് വിളിക്കേ സുഭാഷ് ഏട്ടൻ ഇത്തിരി ഓവറായില്ലേ, എന്നെ തനിയെ കൊണ്ടുവന്ന് ഈ സത്യം ചെയ്യിപ്പിച്ച പോരായിരുന്നു, നിധിയുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയത് എന്തിനാ എന്നവൻ ചോദിക്കേ. നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് വന്നപ്പോ ഈ നാണക്കേടൊന്നും തോന്നി. ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിന്നെ രക്ഷിച്ചത് നിധിയല്ലേ, ആ നിധിയുടെ മുന്നിൽ സത്യം ചെയ്യുന്നത് നിനക്ക് നാണക്കേടായോ, വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് സുഭാഷ് എല്ലാവരെയും വിളിച്ച് അവിടുന്ന് പോകുമ്പോഴും തേങ്ങയുടയ്ക്കാൻ കഴിയാതെ പേടിയോടെ നിൽക്കുന്ന ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുകയാണ് സുധീഷ്. അവൻ ആ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് താൻ തേങ്ങയുടയ്ക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ആ തേങ്ങ വാങ്ങിച്ച് തേങ്ങയുടയ്ക്കുന്നതെല്ലാം പറഞ്ഞുകൊടുത്ത് അവളുടെ കൈ നീട്ടാനായി ആവശ്യപ്പെട്ട് ആ കൈ തന്റെ കയ്യിലേക്ക് വെച്ച് ഈ പൂ പോലുള്ള കൈ കൊണ്ട് തേങ്ങ ഉടയ്ക്കുന്നത് എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന സുഭാഷും നിധിയും തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ച കാണുന്നത്. ദേഷ്യത്തോടെ സുഭാഷിനെ നോക്കി നിൽക്കുന്ന സുഭാഷ് ഏട്ടനെയും നിധിയെയും കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.